അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. അഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. പരിഭവങ്ങളിൽ മൂടി നിർത്തുമി വിരഹവേള തന്നൊമ്പരം. ഉൾക്കുടന്നയിൽ കോരിയുന്നു ഞാൻ എൻ്റെ ജീവനിൽ പങ്കിടാം. ഒരു വെൺമുകിലിനു മഴയിതളേകിയ പൂന്തിരയഴകിനു മിണയഴകാമെന്നഴകേ നിൻമിഴി നീർമണി കുളിരിൽ തൂവരുതേ. കരളേ നീ എൻ്റെ കിനാവിൽ മുത്തുപൊഴിക്കരുതേ. നിന്റെ തായം കളിക്കാൻ കയറിപ്പോടി വരയ്ക്കാത്ത നിങ്ങൾ എന്ത് ഭാവിച്ച എന്റെ പുറകെ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി നടക്കുന്നത്? എന്താണ് നിന്റെ ഉദ്ദേശം? ഒരു വിധം ഞാൻ സ്നേഹിച്ച് വളച്ചൊടിച്ച് എന്റെ കയ്യിൽ വെച്ചേക്കായിരുന്നു. നിങ്ങളായിട്ട് പുറകെ എന്നെ ശല്യം ചെയ്തേട്ടാ. എടാ ഈ ഓന്ത് മൂക്കിപ്പൊടി വലിച്ച മാരിയുള്ള ഈ മോന്തം കൊണ്ട് നീ എന്നാ കാട്ടി കൂട്ടാനാണ്? ആ പോയതെന്റെ കൊച്ചുമോളാണ്, അറിയാവാ? പിന്നെ ഈ തുറയെ കിടക്കുന്ന എല്ലാം നിങ്ങളെ കൊച്ചുമോളല്ലേ? പണ്ട് ഇതുപോലൊരു പെണ്ണിനെ ഒരു മറിക്കാച്ചക്കൻ വന്ന് പ്രേമിച്ച് വളച്ചുകൊണ്ട് പോയിട്ടേ വിഷമം കാരണം കടപ്പുറത്ത് മണ്ണ് വാരി 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 എന്റെ നെഞ്ചിൽ ഇൻഫെക്ഷൻ ആയി. ഇപ്പോഴും ചൊറിച്ചിൽ മാറിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ കാണുമ്പോ ഒരു ചൊറിച്ചിലുണ്ട്. ആ ചൊറിച്ചിലുണ്ടടാ. ഈ തുറവത്ത് ആരും പ്രേമിക്കണേ എനിക്ക് ഇഷ്ടമല്ല. പ്രേമിക്കണമെങ്കിൽ ഏതെങ്കിലും നല്ല മരക്കാച്ചക്കന്മാര് വന്ന് പ്രേമിക്കട്ടെ. നീ നല്ലൊരു മരക്കാച്ചക്കനാണ്. ആ കൊള്ളാം. ഇനി ഞാൻ വള്ളം എടുക്കണം, വലയെടുക്കണം, പുറംകടലിൽ പോകണം, കൊമ്പനെ പിടിക്കണം. ഇതല്ലേ നിങ്ങളെ മനസ്സിരിപ്പ്? എടാ നല്ലൊരു മരക്കാച്ചക്കനാണെങ്കിൽ ഇതൊന്നും വേണ്ട. എടാ നിനക്കിപ്പ ഇക്കാലത്തൊരു നല്ലൊരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാ, അതിനകത്ത് മെനയുള്ള ഒരു ഫോട്ടോ ഉണ്ട്. എടാ നല്ലൊരു വാട്സപ്പ് അക്കൗണ്ട് ഉണ്ടാ, എല്ലാം പോട്ട് തെന്നിക്കളിക്കണ ഫോണുണ്ടാ നിനക്ക്. കടലമ്മയാണ് സത്യം. ഇന്ന് ഞാൻ ഒരു തെന്നിക്കളിക്കുന്ന ഒരു ഫോണും കൊണ്ടുവന്നിട്ടേ മേൽക്കാര്യമുള്ളൂ. നീ ഇപ്പൊ എങ്ങടെ പോവാണ്? മീൻ പിടിക്കാൻ പോണു. മീൻ പിടിക്കാനെന്നും പറഞ്ഞ് സീൻ പിടിക്കാൻ പോണെന്നാണ് ഈ തുറയിലുള്ളവരുടെയൊക്കെ സംസാരം. ദേ ഇനി ഏതെങ്കിലും പെണ്ണിന്റെ പുറകെ നടന്നെന്ന് ഞാൻ അറിഞ്ഞ നിന്നെ ചുരുട്ടിക്കൂട്ടി അതിൽ സ്രാവിനിട്ട് കൊടുക്കും കേട്ടാ. ആ അല്ലെങ്കിൽ ഈ സാധനത്തിനൊക്കെ എടുത്ത് സ്രാവിന് കൊടുത്തിട്ട് സ്രാവിന് എന്ത് കിട്ടാനാണ്? പല്ലു കുത്താനാ. അമ്പട ആ എന്റെ മുത്തു സ്കൂളിൽ നിന്ന് വരാനുള്ള സമയമായി. ഞാൻ അങ്ങോട്ട് പോണ്. മുത്തേ 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 മകളെ. ഇങ്ങനെ ഒരു മുത്തേ മുത്തേ എന്ന് വിളിക്കുന്ന ആ സാധനത്തിനൊന്ന് കാണണം. ഒരു നത്ത് കണക്കായിരിക്കുന്നത്. എന്നിട്ട് മുട്ടനാടിനെ പോലെ മുത്തേ മുത്തേ. ഇതിനെയൊക്കെ വിദേശ കപ്പലിന് വേണ്ടല്ലോ എന്നാണ് ആലോചിക്കുന്നത്. ചാകര വന്നേ, ചാകര വന്നേ, ചാകര വന്നേ, ചാകര വന്നേ. നിങ്ങളൊക്കെ തന്നെ ഞങ്ങൾക്ക് ചാകര. ഓ ഇതുപോലത്തെ രണ്ട് പെമ്പിള്ളേരി കടപ്പുറത്ത് വന്നിട്ട് എത്ര നാളായി. ഏതായാലും വന്നല്ലേ, ഒരു ഫോട്ടോ എടുത്തിട്ട് പോയാൽ മതി. ക്യാമറ എവിടെ? നിങ്ങളെ മൊബൈലിൽ തന്നെ ഫോട്ടോ എടുത്താൽ മതി. അങ്ങനെ എടുക്കണ്ട. അങ്ങനെ ചന്ദ്രൻ ഫോട്ടോ എടുക്കാതെ ചന്ദ്രൻ വിടില്ല. ഞാനാ ചന്ദ്രൻ. അങ്ങനെ ചന്ദ്രൻ ഫോട്ടോ എടുക്കാതെ അങ്ങനെ വിടില്ല. മാധവൻകുട്ടി ഹിറ്റ്ലർ സിനിമയിലെ മാധവൻകുട്ടിയാണോ? എന്താ പ്രശ്നം? അല്ല ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാൻ വേണ്ടി. ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങൾ ഒരുപാട് പേരൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇവർക്ക് ബിനാലെയൊക്കെ കാണണം, പിന്നെ ബീച്ചൊക്കെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അവരെ എന്നെ വിളിച്ചോണ്ട് വന്നതാണ്. എന്നെ മനസ്സിലായി, ഞാൻ ഗൈഡാണ് കേട്ടോ. അതുകൊണ്ട് വലിയ കറക്കൊന്നും വേണ്ട. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഇവരോട് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. അങ്ങനെ മയത്തിലൊക്കെ ചോദിച്ചാൽ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള അവസരമൊക്കെ ഇത് ആരൊക്കെയാണെന്ന് അറിയാമല്ലോ അല്ലേ? ഇത് ദേവി അജിത്ത്, മറ്റത് നമ്മുടെ അഞ്ജലി ഉപാസ. സിനിമ ഞാൻ കണ്ടായിരുന്നു. സിനിമ ഞാൻ മാറ്റിന് കണ്ടായിരുന്നു. മാറ്റിന് കണ്ടായിരുന്നു. മിലി സിനിമ ഞാൻ കണ്ടായിരുന്നു. ഹസ്ബൻഡ് മിലി മറ്റേ മാറ്റിന് സിനിമ ഒക്കെ കണ്ടു. ഏതായാലും ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തരാം. ചെല്ലു കേട്ടോ. കാക്കയ്ക്ക് യൂണിയൻ ചേർന്ന ഒരു ജുബയൊക്കെ ഇട്ട് നടക്കുകയാണ്. ചെല്ലു. എന്തൊരു ജുബയാടും, ചുമല ജുബയൊക്കെ ഇട്ട് നടന്നിട്ട് നാണമില്ല ഡ്രസ്സ്. എന്തായാലും ബിനാലെയൊക്കെ കാണണമെന്ന് പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മുടെ ഈ മിലി അതുപോലെ ആട് ഈ പടങ്ങളൊക്കെ ഹിറ്റാകാനാണ് രണ്ടുപേരും വളരെ സന്തോഷമായിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പടങ്ങളൊക്കെ നമുക്ക് ഹിറ്റ് ആവുമ്പോൾ സന്തോഷമല്ലേ വേണ്ടത്? തീർച്ചയായും. ഒന്നും ഫ്ലോപ്പ് ആയില്ലല്ലോ. അതെ. കാര്യം മലയാള സിനിമയിൽ ഒരു ശക്തമായ ഒരു പ്രൊഡ്യൂസറും മലയാള സിനിമയിലെ നല്ല മിടുക്കനായ ഒരു ഡയറക്ടറുടെ ഭാര്യയാണ് ഇരിക്കുന്നത് അല്ലെ. അനീഷ് ഉപാസനയുടെ വൈഫാണ്. ഇത് ഡയറക്ടറായതിനു ശേഷമുള്ള പ്രേമം, അതായത് സിനിമയ്ക്ക് വേണ്ടിയുള്ള പ്രേമമായിരുന്നു? ഒരിക്കലും അല്ല. എന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2-3 വർഷം കഴിഞ്ഞിട്ടാണ് അനീഷേട്ടൻ ഡയറക്ടർ ആവുന്നത്. ഈ ബിനാലേക്ക് പോകുമ്പോൾ നമ്മൾ പരിപാടിയെല്ലാം ചെയ്യണോ? നമ്മൾ ചില സിനിമ
സിനിമ ടാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ചെല്ലുമ്പോൾ അവർ തരും. അതിൽ നമ്മുടെ മലയാള സിനിമയിലെ ചില താരങ്ങൾ അഭിനയിച്ച നല്ല ഹിറ്റ് ഡയലോഗ് നമുക്ക് അവർ തരും. എക്സിറ്റ് ഉണ്ട്, അവിടെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇത് ഇല്ല, ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ കിലുക്കം എന്ന സിനിമയിലെ ഒരു നല്ല ഡയലോഗാണ്. കോമഡിയോ? ആ, കോമഡി വരില്ല എനിക്ക്. അല്ല, കോമഡി വരണ്ട, നമുക്ക് ആ ഡയലോഗ് ഇട്ട് നമ്മൾ അതുപോലെ ലിപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അവിടെ ബിനാലിക്ക് അവർ നമ്മളെ കേട്ടില്ല. ഞങ്ങൾ ചെയ്ത ബിനാലി കമ്മിറ്റി മെമ്പേഴ്സിനെ എല്ലാവരും പ്രാകണം. ഇല്ല, എന്നാ അറിയോ, നമ്മൾ ജഗരിച്ചേണ്ട സീൻ അത് ചെയ്യുമ്പോൾ അവർക്കെല്ലാം സന്തോഷമാവും. അപ്പോൾ അവരെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, റെഡി. അവനുമായിട്ട് ഞാൻ ഉടക്കി പോട്ടി പോട്ടി झगड़ा तुम हमसे झगड़ा करेगा? यस तुम पागल है क्या? हम निश्चल है. അതായത് ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ച് ദുഷ്മൻ ദുഷ്മൻ ദുഷ്മൻ. तू मेरा दुश्मन है? यस. वो साला जॉर्जी मेरा आदमी को मारा. अगर वो मेरे को मिल गया तो मैं उसको मार डालेगा, और अगर वो मेरे को नहीं मिला तो मैं तेरे को मार डालेगा. बोल. മുജെ മാലും. അയ്യോ, അറിഞ്ഞൂടാന്നുള്ള എന്റെ ഹിന്ദി എന്തുവാണോ എന്തോ. മുജെ മാലും. बोल. മുജെ മാലും. അയ്യോ, എന്റെ ദൈവമേ, എനിക്കൊന്നും അറിഞ്ഞൂടാതെ മറുനായോട് പറഞ്ഞു കൊടുക്കണ. ധൈര്യമായിട്ട് ചെന്ന് അവിടെ നിങ്ങൾ പെർഫോം ചെയ്യുമെന്ന് പറയാം. പ്രത്യേകിച്ച് എന്തായാലും അവിടെ ബിനാലെയാണ്, നിങ്ങൾ കാണാൻ ഒരുപാട് സംഭവങ്ങളുണ്ട്. എന്തു പറഞ്ഞാലും നീ എന്റേതല്ലേ വാവേ, നിന്നു പിണങ്ങാതെ ഒന്നു കൂടെ പോരൂ പൂവേ, മാനത്തെ കൂട്ടി മഞ്ഞുമൈനയുറങ്ങിയില്ലേ, താരാട്ടും പാട്ടിൽ മണിത്തത്തയുറങ്ങിയില്ലേ, പിന്നെയും നീ എന്റെ നെഞ്ചിൽ ചാരും ചില്ലിൻ വാതിലിൽ എന്റെ ഈ കടപ്പുറത്തെ ഇവിടുത്തെ ഏറ്റവും നല്ല കപ്പിൾസ് ആണ്. അതായത് ഇവരെ പോലെ ഇവർ മാതൃകാ ദമ്പതികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഭയങ്കര സ്നേഹമാണ് രണ്ടുപേരുടെ. കണ്ടില്ലേ, രണ്ടുപേരും എപ്പോഴും മുഖത്തോട് പോകുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാ. ഫീൽ ചെയ്യണ ടൗണിലെ പിള്ളേർ ഇതൊക്കെ പുറത്തിട്ടോണ്ടാ നടക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ ദിവസമാ. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മറ്റേ എന്താ കഴിഞ്ഞ് അല്ലേ കല്യാണം? ഓ, അങ്ങനെ. ചേച്ചി ഞങ്ങള് വിവാഹാശംസകൾ അറിയിച്ചതാ. അതാ ഞാൻ വിചാരിച്ച ഞാൻ നഴ്സറി പോയിട്ടുണ്ടോ ചോദിച്ചത്. ഇന്ന് നിന്റെ ദിവസം നാട്ടിൽ പൊളിക്കണം. ഇത്ര സ്നേഹമാണല്ലോ. ചേച്ചി കല്യാണത്തിന് രണ്ട് സാരിയുടെ കളർ ഒന്ന് പറഞ്ഞേ. പിന്നെ ട്രെയിനിന്റെ മുമ്പ് തല വെക്കാൻ പോകുന്നവനെ വരുന്നത് നേത്രാവതിയാണോ ജയന്തി ജനതാണെന്ന് വല്ല നോക്കാറുണ്ട്. പിന്നെ തല വെച്ച് കൊടുക്കും, മാറ്റങ്ങ് പൊക്കണം. അത് പോട്ടെ, അത് പോട്ടെ. ഇന്നെന്താ പരിപാടി? ഞങ്ങള് പട്ടണത്തിൽ പോവാ. ഈ കോലത്തിലാണോ സിനിമ കാണാൻ പോകുന്നത്? ഈ കോലത്തിന് എന്താ കുഴപ്പം? ടൗണിലെ ചില പിള്ളേരെ കാണണം, ഇതുപോലും ഉണ്ടാവൂല. എന്തൊക്കെയായിരുന്നു പരിപാടി? ഇന്ന് വിവാഹ വാർഷികം കൊണ്ട് എല്ലാം അവക്ക് അങ്ങ് വിട്ടുകൊടുത്തേക്കാണ്. അവക്ക് ഇഷ്ടപ്പെട്ട സിനിമ, ഇഷ്ടപ്പെട്ട ആഹാരം, ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എന്ന് വേണ്ട, അടിച്ച് പൊളിച്ചോണം. ഏത് സിനിമയാ? വിക്രമിന്റെ കൈ. വിക്രമിന്റെ കൈ, കാല്, മൂക്ക്, ചുണ്ട്, കണ്ണ്, പല്ല് എല്ലാം കണ്ടോണം അങ്ങോട്ട്. അത് കൈയല്ല, ഐ. ഐ. അതെ അതെ, വിക്രമിന്റെ ഐ എന്ന് പറയുന്ന സിനിമ കൈ അല്ലത്. അയ്യാടാ. എന്തായിരുന്നാലും ഫ്രീ ആയിട്ട് ഇട്ടെല്ലാം കണ്ടോണം. അല്ലെങ്കിൽ കാര്യം ചെയ്യോ, തലയുടെ പടം കാണാൻ പോകും. തലയുടെ പടം കാണാൻ പോണെന്തിന് ഒരു പടം വരച്ച് കണ്ടാ പോരെ. എനിക്ക് വയ്യ, എനിക്ക് അതല്ല പറഞ്ഞത്. അജിത് സാർ, അജിത് നടൻ, അതെ, അദ്ദേഹത്തിന്റെ എന്നെ അറന്താൽ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ചേച്ചി എന്നെ എന്റെ സ്വഭാവം മാറും. നിങ്ങളെ അറന്താലല്ല, എന്നെ അറന്താൽ എന്ന് പറയുന്ന സിനിമയുണ്ട്. ആ സിനിമ കാണാൻ പോകാൻ പാടില്ല എന്നാ ചോദിക്കുന്നത്. അങ്ങനെ ചേട്ടാ, ചേച്ചി, അതിനകത്ത് 2 സീൻ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ അത് കാണാൻ പോകാൻ പറഞ്ഞത്. നിങ്ങൾ തീരുമാനം എടുക്കുക. അല്ലല്ല, നിനക്ക് വിക്രമിന്റെ ഐ വേണോ അജിത്തിന്റെ തല വേണോ? വിക്രമിന്റെ കൈ മതി. ഐ മതി. വിക്രമിന്റെ അല്ലല്ല, തല മതി, തല മതി. ഒന്നും വേണ്ട. എന്നാ പിന്നെ കാര്യം, അമീർ ഖാന്റെ പി കെ കൊണ്ട് കാണിക്കേ. എന്ത് ഇതെല്ലാം കൂടെ എങ്ങനെ കൊണ്ടുപോകാനത്? ചേച്ചി
നീ കൊള്ളാലടാ. വന്ന് സൈഡ് വരെ ഇരുന്നിട്ട് അല്ല ഞാൻ പറയാറുണ്ട്. കൊണ്ടുപോയി നീ പൈസ കൊടുക്കൂടാ. നിന്റെ തല ആദ്യം ഞാൻ എടുക്കും. എടാ നിന്റെ പൈസ ഉണ്ടാടാ. കടന്നിപ്പോ കഷ്ടപ്പെട്ടുണ്ടാക്കി പൈസ. ഓ ചേട്ടാ അടങ്ങാൻ പറ. ഇതൊന്നും കാണണ്ട. ഞങ്ങൾ രണ്ടുപേരും അഭിനയിച്ച മിലി മലയാള സിനിമ. അത് നല്ല നല്ല സെലക്ഷനാണ്. അത് കണ്ടാ മതി. മാറ്റിനി ഇന്ന് അത് കണ്ടിട്ട് എന്റെ മേൽക്കാര്യം. മാറ്റിനി അല്ല മിലി. മാറ്റിനി എന്റെ ഹസ്ബൻഡ് എടുത്ത സിനിമ. കോമഡി കോമഡി പറഞ്ഞ. അതാ ശരി, രണ്ടുപേരുടെ ചെല്ലുന്ന. അതെ അപ്പൊ പഴയതല്ല അവിടെ നിന്ന് എടുത്തോണ്ടോന്നല്ലേ ഏട്. സഹായിക്കണോ ചേച്ചി? നടന്നാ മതി കേട്ടാ. ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദാമ്പത്യ ജീവിതം പോലും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലേ? ദാമ്പത്യം അല്ലെങ്കിലും എന്ത് നല്ല കോമ്പിനേഷൻ. നിങ്ങൾ അത്ര വലിയ കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ കാര്യം നിങ്ങൾ രണ്ട് മനസ്സങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഒരിക്കലും എനിക്ക് തോന്നില്ല ഒരു കോമ്പിനേഷൻ ഉണ്ടാവും എന്നുള്ളത്. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ നല്ല കോമ്പിനേഷൻ, രണ്ടുപേരും നല്ലൊരു കോമ്പിനേഷൻ ആണ് തെളിയിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പാട്ടോ ഡാൻസോ രണ്ടുപേരുടെ കോമ്പിനേഷൻ. ഇതാ ഞാൻ പറഞ്ഞു, ഇപ്പൊ തന്നെ ഒരു കോമ്പിനേഷൻ ഇല്ലല്ലോ. ഇതല്ല വേണ്ടത്. രണ്ടുപേരുടെ ഒരുമിച്ച് നല്ല ഒരു ക്ലാസിക്കൽ ഡാൻസ് ഇവിടെ കോമ്പിനേഷൻ ആയിട്ട് ചെയ്ത് കാണിക്കണം. പറ്റുമോ? വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ ബിനാലിലേക്ക് ഇത് പറഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ഡാൻസ് കൂടെ കഴിഞ്ഞാൽ നോക്കാം. മതി, എന്തൊരു കോമ്പിനേഷനാ. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം രണ്ടുപേരും. പെണ്ണുങ്ങളായി ഇങ്ങനെ വേണം കോമ്പിനേഷൻ. എനിക്ക് മനസ്സിലായി. ഇതുപോലെ തന്നെ അവിടെ ചെന്ന് ബിനാലേക്ക് ചെന്ന് തമ്മിൽ വഴക്കുണ്ടാക്കരുത് കേട്ടല്ലോ. കൊള്ളാം, നല്ല കോമ്പിനേഷൻ. കൺഗ്രാജുലേഷൻ. ഓക്കെ, നല്ല പെർഫോമൻസ് ആയിരുന്നു. രണ്ടുപേരും ബിനാലേക്ക് ചെന്ന് നമുക്ക് തകർക്കാം. ഓക്കെ, റെഡി? വാ. നിങ്ങൾ ഒരു ഐക്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇല്ലേ, ഒരു ഐക്യമില്ല. രണ്ടുപേരും മാനസികമായിട്ട് ശരിക്കും ഞാൻ ചോദിച്ചോട്ടെ, ഇതിൽ ആരാണ് ശക്തിമതി എന്നറിയാൻ വേണ്ടി, അതായത് ആരാണ് ജയിക്കുന്നത്, പ്രത്യേകിച്ച് ആർക്കാണ് ശക്തി എന്നറിയാൻ വേണ്ടിയിട്ട് ബിനാലിൽ ഒരുപാട് ഈ പഞ്ചുപിടുത്ത മത്സരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ജയിച്ച ഒരുപാട് ക്യാഷ് പ്രൈസ് ഉണ്ട്, ഒരുപാട് ട്രോഫികളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ പഞ്ച് പിടിച്ചാൽ ആര് ജയിക്കുമെന്ന് ഇപ്പം തെളിയിക്കും. ഞാൻ ജയിക്കും. കണ്ടോ, ആര് ജയിക്കുന്നത്? നോക്കാം. വാ, റെഡി? നോക്കട്ടെ. പിന്നെ പഞ്ചുപിടുത്തത്തിൽ നമ്മുടെ ദേവി അജിത്തും അഞ്ജലി ഉപാസനയും തമ്മിലുള്ള വാശിയേറിയ ബൂം ചുക്ക വാവ പഞ്ചുപിടുത്തമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം ആര് ജയിക്കുമെന്ന് നോക്കാം. ഏതായാലും കടത്തി വിട്ട് കഴിഞ്ഞു. ഇത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരുന്നല്ലേ? എനിക്ക് നേരത്തെ വേനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ പറയാം. എന്തായാലും കുഴപ്പമില്ല. വാശിയേറിയ ഒരു മത്സരത്തിൽ നമ്മുടെ അഞ്ജലി ഉപാസന ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ബിനാലി പോയി പിടഞ്ഞെന്നെ കൊല്ലും കണ്ണ് എല്ലാരും
മീൻ പിടിക്കാൻ നോക്കടാ. ഹോ, എന്റെ പൊന്നോ. നിങ്ങൾ ഉമ്മാരെ കൊണ്ട് വലിയ തലവേദന. അതെ, ഇവിടുത്തെ മ്യൂസിക് ബാൻഡിന്റെ പിള്ളേരാ. അമാരെ മീൻ പിടിക്കാൻ പോകുന്നത്. ആ ഇല മത്തി ചാര കൂര ഇതൊക്കെ വല കയറുവന്നോ? അല്ല, നിങ്ങൾ ഒന്നായോ? അങ്ങനെയൊക്കെ തന്നെയാണ്. ആഹാ, അത് ശരി. അപ്പൊ ഇത്ര ഉള്ളു നിങ്ങളുടെ പിണക്കമൊക്കെ അല്ലേ? അപ്പൊ എന്തായാലും നമുക്ക് ബിരിയാണി തുടങ്ങാൻ അങ്ങോട്ട് പോകാനുള്ള സമയമായി. ശബ്ദം കേട്ടില്ലേ? ഏതോ വിദേശ കപ്പൽ ഇവിടെ അടുക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ചേച്ചി എന്തേ ഭർത്താവെന്തേ? ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഫോൺ ഓടിക്കാൻ ഒരു ബാറ് കണ്ട് സെക്യൂരിറ്റിയുടെ അടുത്ത് എന്നെ കൊണ്ട് നിർത്തിയിട്ട് അങ്ങനെ വെള്ളം അടിക്കാത്ത കയറി പോയി. എന്നിട്ട് അങ്ങനെ എവിടെ വരുന്ന വഴിയെല്ലാം ഇടിച്ചോണ്ട് എന്റെ പുറകെ വെള്ളം അടിച്ചോണ്ട് വരുന്നുണ്ട്. എന്ത് വൃത്തിയോടാ കാണിച്ചത് നിങ്ങള്? ഇതല്ലേ ഇത് എവിടെ കെട്ടിയ സമയത്ത് നാട്ടുകാരെല്ലാരും പറഞ്ഞത് അതായത് വൃത്തികേടായി പോയി. ചേച്ചിയല്ല ചേട്ടൻ. ഞാൻ എന്താ വൃത്തികേട്? തുണി, ആഹാരം, സാരി, മിലി എന്തൊക്കെയായിരുന്നു? എന്നിട്ട് ചേട്ടൻ ബാറിൽ പോയി വെള്ളം അടിച്ചിട്ട് ഫിറ്റ് ആയിട്ടില്ല വന്നത്. ചേച്ചി എന്നിട്ട് എടുത്തിട്ട് ഇടിക്കുകയും ചെയ്തു. കാര്യമുണ്ടോ? നീ ചോദിച്ചു കാര്യമുണ്ടോ? എന്താ ചേച്ചി കാര്യം? എന്താ പറ. കല്യാണം കഴിഞ്ഞപ്പോ ഇങ്ങനെ കുറെ നാളത്തേക്ക് കുടിക്കത്തേ ഇല്ലായിരുന്നു. ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞ ഒരു കുഴപ്പമുണ്ട്, വീട് അന്വേഷിക്കൂലെന്നേ. അത് ശരിയല്ല. ഞാൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നാട് മൊത്തം എന്റെ വീട് അന്വേഷിച്ച് നടന്നിട്ട് എന്റെ സ്വന്തം വീട്ടിൽ ഒന്ന് കയറുന്നത്. അത് നീ സംസാരിക്കില്ല കേട്ടാ. പറഞ്ഞേക്ക്. ഇങ്ങനെ പോയപ്പോ എന്തൊക്കെയാ പറഞ്ഞ എനിക്ക്? ശരിയാ, സാരി, ആഹാരം, സെക്യൂരിറ്റി ഓഫീസിന്റെ അടുത്ത് നിർത്തിയിട്ട് വന്നു. ഞാൻ കണ്ടില്ല. അല്ലെങ്കിൽ ആ സെക്യൂരിറ്റിയോട് എവിടെ ഇറങ്ങി പോയത് എന്നെ കളിയാക്കാൻ വേണ്ടി. ഒരു പീര തുണി പോലും മേടിച്ചെന്നില്ലേ ഈ കാലമാണ്. അറിയാം, പാവം. നീ നന്ദിയില്ല മാത്രം സംസാരിക്കരുത്. ഞാൻ മനസ്സാക്ഷിയുള്ളൂ. അതറിയാം. അങ്ങനെയുണ്ട്. അടിപൊളി എല്ലാരും നോക്കിയെങ്കിൽ പെട്ടെന്ന് ഇങ്ങ് തരണം. ഈ സാരിയുടെ ഉടമസ്ഥ ഇപ്പോഴും കുളത്തിൽ കിടക്കണേ ഉള്ളൂ. കൊണ്ട് കൊടുത്തിട്ടാണ് അവ കൊടുക്കാൻ കാലമാടലിനെ വിളിച്ച എന്തിനാ ചേട്ടാ ഇങ്ങനെ കുടിച്ചു കിടക്കുന്ന? ആവശ്യമില്ല. അത് എപ്പോഴും കുടിയാണോ? ഏത് സമയത്തും കുടിയാണോ? ഞാൻ കുടിക്കാനുള്ള കാര്യമുണ്ട്. എന്താ കാര്യം? എവിടെ പെണ്ണ് കാണാൻ പോയ സമയത്ത് അവരെ മുമ്പ് എവിടെ വീട്ടുകാരെ മുമ്പ് പിടിച്ചു വയ്ക്കാൻ വേണ്ടി ഞാൻ ഒരൽപ്പം മദ്യം കഴിച്ചു. അന്നാ ഞാൻ മദ്യം കഴിച്ചു തുടങ്ങുന്നത്. കല്യാണം കഴിഞ്ഞപ്പോഴാ നിന്റെ മുമ്പ് എനിക്ക് പിടിച്ചു വയ്ക്കണ്ടേ? കളഞ്ഞായില്ല. നിങ്ങൾ ഇങ്ങനെ എപ്പോഴും കിടന്ന് വേളം ഉണ്ടാക്കില്ല. ഒന്ന് നിങ്ങൾ മാതൃകാ ദമ്പതികളൊക്കെ ഞാൻ പറഞ്ഞു വെച്ചിരിക്കുക അവരുടെ മുമ്പില്. മാതൃകാ ദമ്പതി എവിടെ ഇല്ലാതാക്കിയത്? ഞാൻ ഒരു കാര്യം പറയാം. ശരാശരി ഞാൻ ഡെയിലി 500 രൂപയ്ക്ക് ജോലി വന്നൊരു ചെറുപ്പക്കാരനാണ്. ഇപ്പൊ ക്ഷീണക്കാരന് ഇപ്പൊ ആരാണ് കള്ളു കുടിക്കുന്നത്? ആരാണ് തന്നെ കള്ളു കുടിക്കും. വളരെ തിരക്കേടില്ലാത്ത രീതിയിൽ ഞാനൊരു 490 രൂപയ്ക്ക് മദ്യപിക്കും. ബാക്കി 10 രൂപ ഞാൻ ഇവിടെയല്ല കൊണ്ടു കൊടുക്കുന്നത്. ഇവിടുന്ന് കൺട്രോൾ ഇല്ലാതെ ആഡംബരമായിട്ട് ചെലവാക്കിയിട്ട് ഞങ്ങളെ പോലുള്ള പാവപ്പെട്ട ആണുങ്ങളെ മണ്ടയ്ക്ക് ചാടിക്കരുന്ന തെറ്റല്ലേ സഹോദര? 10 ഗുണം വെച്ചിട്ട് എന്തോ ആഡംബരം കാണിക്കാൻ. ഇവര് ഗസ്റ്റുകളൊക്കെ നിൽക്കുകയല്ലേ. നിങ്ങളിങ്ങനെ ഞാൻ നിങ്ങളെ പറ്റി ഇങ്ങനെയല്ല പറഞ്ഞു വെച്ചത്. കല്യാണത്തിന് മുമ്പ് ഈ മനുഷ്യൻ എന്നോട് എന്ത് സ്നേഹമായിരുന്നു. തേനേ പാലേന്ന് പറഞ്ഞ് പുറകെ നടക്കുമായിരുന്നു. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരു സ്നേഹവും ഇല്ല. അത് പിന്നെ കടലിൽ കിടക്കുന്ന മീനിനെ ചൂണ്ടയിട്ട് പിടിക്കാം. അതേപോലെ കരയിൽ കിടക്കുന്ന ഉണക്ക മീനിനെ ആരെങ്കിലും ചൂണ്ടയിട്ട് പിടിക്കും. നിങ്ങൾ കേൾക്കാനാ പറയുന്നത്. ഗോൾഡ് ഫിഷ് പോലത്തെ പെണ്ണുങ്ങളെ ആലോചന എനിക്ക് വന്നതാ. പക്ഷെ ദൈവവും നാട്ടുകാരും എവിടെ വീട്ടുകാരും കൂടെ ചേർന്ന് ഈ നെത്തോലി പോലത്തെ സാധനത്തിന് എന്റെ തലയെ കെട്ടിവെച്ചു. ചേട്ടാ അങ്ങനെയൊക്കെ പറയല്ലേ, മോശം ചേട്ടാ. അങ്ങനെ പറയല്ലേ ചേട്ടാ. ഞാൻ മോശമല്ല, എനിക്ക് പറയുന്നത്. അല്ല ചേട്ടൻ ഇങ്ങനെ വെള്ളം അടിച്ച് നടക്കുന്ന കാണാൻ പറയാം. ചേട്ടന് ചേച്ചിട്ട് ഒരു സ്നേഹവും ഇല്ല. അതെ അതെ അതെ, സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. അതെന്താ? അല്ലേ, ഒരു സ്നേഹവും ഇല്ല. അങ്ങനെ പറയരുത്. എന്താ? ഞാൻ മരിച്ചു പോയാലും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പൊട്ടി പിരിഞ്ഞു നിന്ന് അവിടെ നിന്ന് ഞാൻ നിന്നെ നോക്കുവടി. അപ്പൊ ചത്തു കഴിഞ്ഞാലും എന്റെ തലയ്ക്ക് മേലെ എന്നെ പോവൂലേ? എനിക്ക് സമാധാനം തരൂലേ? ഇങ്ങനെ അടിക്കല്ലേ. പിന്നെ എങ്ങനെ അടിക്കണം? കൊട്ടേഷൻ 2000 3000 കൊടുത്താൽ മതി. നല്ല ആമ്പിളർ വന്ന് കയ്യോ കാലം വെട്ടിക്കൊണ്ടു പോകും. അത് ശരി. അപ്പൊ എന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കണം. അത് ശരി. വേണ്ട ഞാൻ പറയാം. അല്ല അവിടെ
ചേച്ചി പറയണേക്ക്. ചേച്ചി ഞാനൊരു കാര്യം പറയട്ടെ ചേച്ചി പറയണേക്ക്. തിരിച്ചടിച്ചാ മതി. അവരൊക്കെ ഇങ്ങോട്ട് അടിക്കാൻ വരുമ്പോ ഒന്ന് തിരിച്ചടിച്ചു നോക്ക്. ഒറ്റയടി. ഇപ്പൊ തലേ കയറത്തില്ല. ഞാൻ ചവിട്ടി തേക്കും എന്നെ ഇവിടെ. ഇല്ല. എന്റെ ചേച്ചിക്ക് ഇത് തന്റെ ഇടമായിട്ടൊക്കെ നിൽക്കുന്നത്. ഇവര് കണ്ടില്ലേ ഇത്ര നേരമൊക്കെ എന്ത് തന്റെ ഇടമായിട്ട് സംസാരിച്ച് ചേച്ചിയുടെ എനർജി മുഴുവൻ എടുത്ത് തുറന്നു കൊടുത്തേക്കണം. ചുമ്മാ ആവശ്യമില്ലാതെ പിന്നെ അങ്ങനെ എന്നെ തിരിച്ചു തല്ലൂലേ? തിരിച്ചു തന്നില്ല. ഒരു പ്രാവശ്യം ഒറ്റയടി. ചെല്ല് ചെല്ല് ചേച്ചി. ചേച്ചി ധൈര്യം സംഭരിച്ച് ഇനി എന്തെങ്കിലും പറയുകയാണെങ്കിൽ ചേച്ചി രണ്ട് മൂക്കി ഒരു അടി കൊടുത്താൽ മതി. പുള്ളി പിന്നെ അനങ്ങത്തില്ല. നീ വീട്ടിൽ വരുന്നില്ല എവളുമാരുടെ പുറക്കാനാണ് നിന്റെ പ്ലാനിങ്? ഇതെന്തൊരു ഭാവമാറ്റം? നിങ്ങളെ പറ്റി പണി അല്ല എന്താ ഭാവമാറ്റം എന്താ പറ. എന്താണെങ്കിലും പറയാം. എന്ത് എന്നെ പിടിച്ചല്ലേ? എന്നെ പിടിക്കല്ലേ അല്ലേ? അതന്നെ അതന്നെ. നമ്മളെ വിവാഹവർഷമാണ് നല്ലത്. ഒരു സാരി. അതെ ചേച്ചി ഒന്നുകൂടെ ചരമവാർഷികമാക്കാം. ചേച്ചി ഒന്നുകൂടെ പ്രോത്സാഹിപ്പിച്ച ചരമവാർഷികമാവാം. അതെ എന്നാലും നമുക്ക് ബിനാലിക്ക് പോകാനുള്ള സമയമായി. ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവസാനം നിങ്ങൾ ഒരു അടിപൊളി ഡാൻസ് കളിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് കൂടെ കളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് അടിച്ച് പൊളിച്ചേക്കാം. ഓക്കെ റെഡി? നിന്നെ തായം കളിക്കാരൻ ഞാൻ എൻ്റെ വീട്ടിൽ പോണ്. എൻ്റെ മുത്ത് വീട്ടിൽ നിന്ന് വരും. മുത്ത് വരും. ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ഏത് കളറാണ് ചേച്ചി കല്യാണ ദിവസം കൊടുത്ത സാരി? അത് പിന്നെ ട്രെയിനിന്റെ മുമ്പ് തല വെക്കാൻ പോകുന്നവനെ വരുന്നത് നേത്രാധിപതിയാണ്. ഒന്നുകൂടെ പോ. പിന്നെ അത് പിന്നെ ട്രെയിനിന്റെ മുമ്പ് തല വെക്കാൻ പോകുന്നവനെ വരുന്നത് വേണാടാണോ? വേണാടാണ്. വേണാണോ ജയന്തിയാണെന്ന്. ഓക്കെ അത് ശരി. അപ്പൊ നിനക്ക് ആ സെക്യൂരിറ്റിയുള്ള പോണല്ലേ? ഇങ്ങനെ അടിക്കുന്നത് ശരിയല്ല. പിന്നെ എങ്ങനെ അടിക്കും? കൊട്ടേഷൻ 2000 3000 കൊടുത്താൽ മതി. സോറി